ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെട്ടെന്നുള്ള ക്രേവിങ്സിനൊക്കെ പറ്റിയ ഒരു ഈസി എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റായിട്ട് ചൂടോടുക്കെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പി കൂടിയാണിത്. ഇതിപ്പോൾ നമുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷനിലാണ് ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ളത്. നമുക്ക് ചൂടോടുക്കെ തന്നെ ഐസ്ക്രീമിനൊക്കെ കൂടുതൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഈസി ആയിട്ട് എളുപ്പം തന്നെ ബേക്ക് ചെയ്തെടുക്കാനും കൂടി പറ്റിയ ഒരു കേക്ക് റെസിപ്പി കൂടിയാണിത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു മഗ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഹൈറ്റുള്ള മഗ്ഗാണ്. ഇതിലൊരു ഹാഫ് പോർഷനിലാണ് നമ്മൾ കേക്ക് ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂണ് മൈദ ആണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് കുറച്ച് മതി. അപ്പോൾ 2 ബൗളിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിൾ ആക്കിയാൽ മതി. ഇനി 3 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇത് എഗ്ലെസ് ആയതുകൊണ്ട് തന്നെ എഗ്ഗ് ചേർക്കുന്നില്ല, പകരം പാലും അതേപോലെ ഓയിലൊക്കെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാല് ആഡ് ചെയ്ത് കൊടുക്കുക. പാൽ എടുക്കുമ്പോൾ തണുപ്പില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതല്ലെങ്കിൽ നേരെ ചൂടുള്ള പാലായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് വേണം, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വേറെ സിഫ്റ്റ് ചെയ്ത് വേറെ മാറ്റിയെടുത്തിട്ട് പിന്നെ വേറെ ബൗളിലേക്ക് ആഡ് ചെയ്യുക അങ്ങനത്തെ പണിയൊന്നുമില്ല. ഈ ഒറ്റ മഗ്ഗിൽ തന്നെ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതായത് ഞാൻ നല്ലോണം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ആക്കുമ്പോൾ തന്നെ നോക്കുക, നമുക്കൊരു ഹാഫ് പോർഷനിൽ മതി നമ്മളെ ബാറ്റർ. അധികമായാലും നമുക്ക് കറക്റ്റ് ബേക്കായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ കപ്പിൻ്റെ ഫുള്ളിൽ ഈ വരാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നോക്കി വെക്കുക. അപ്പോൾ അതാ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയാണിത് കുറച്ചും കൂടി എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സാധാരണ നമ്മൾ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ടാലും മതി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ അടുത്ത് മൈക്രോവേവിനാണെങ്കിൽ അതിൽ അല്ലെങ്കിൽ OTG ഏതിലായാലും കുഴപ്പമില്ല. അതല്ല ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും നമുക്ക് വെക്കാം. പക്ഷേ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുമ്പോൾ ഗ്ലാസിൻ്റെ പാത്രമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെറിയ ബൗൾ വേറെ അലൂമിനിയത്തിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ബാറ്റർ കണ്ടില്ല, നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ മൈക്രോവേവ് ഓവനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ബേക്കായിട്ട് കിട്ടും. ഞാൻ OTGയിലാണ് ചെയ്യണത്. അപ്പോൾ OTGയിൽ കുറച്ചും കൂടി സമയം അധികം എടുക്കും. നമ്മൾ അതാ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലോണം ഉള്ളൊക്കെ നമ്മൾ ഒക്കെ ടൂത്ത് പിക്ക് വെച്ചിട്ട് നോക്കിയാൽ മതി. ഉള്ളൊക്കെ നല്ലോണം ബേക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ചൂടോടുക്കെ തന്നെ സെർവ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചൂടോടുക്കെ തന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമിന് കൂടുതൽ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. ഇനി അതല്ല ചോക്ലേറ്റ് സോസ് ഒക്കെ ഉണ്ടെങ്കിൽ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം. നമുക്ക് പെട്ടെന്നൊരു പൂതി വരുമല്ലോ, എന്തെങ്കിലും ഒരു ചോക്ലേറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അധികം സമയമൊന്നും വേണ്ട. നമുക്ക് സാധാരണ നമ്മൾ കോഫി മഗ്ഗിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.